കുറേ നാളായി ഞാനും സഫലിയും പ്ലാൻ ചെയ്യുന്നു നമ്മൾ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ട്രിപ്പും ഫ്ലോപ്പായി, ഞങ്ങളുടെ എല്ലാ ട്രിപ്പും ഫ്ലോപ്പായി. അവസാനം അവൾ പറഞ്ഞു മംഗലാപുരത്തേക്ക് വരാം, നമുക്ക് 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി ഐറ്റിനറി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അധികം ഒന്നും പോകാനൊന്നുമില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാത്ത കുറച്ച് ഫുഡ്സും ട്രൈ ചെയ്യാത്ത കുറേ കഫേസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പോയത് പബ്ബിലായിരുന്നു. പബ്ബ് നമ്മൾ ബോളിവുഡ് അട്ടയിലാണ് പോയത്. അത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ബാണ്. ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ പബ്ബ് പോവുക, ഡാൻസ് കളിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ പോയന്ന് അധികം ആരും ഉണ്ടായില്ല. അത് കാരണം ഒരു റഷും ഉണ്ടായില്ല, അതുകാരണം ഡാൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആദ്യം തന്നെ നമ്മൾ 1-2 ബീറും പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പറഞ്ഞു. അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രൈസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഗേൾസിന് ഫ്രീ ഷോർട്സ് ഉണ്ട്, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതിൽ ട്രൈ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഷോർട്സ് ആയിരുന്നു. എന്തായാലും മിക്സ് ചെയ്തതൊന്നും എനിക്കറിയില്ല. അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എപ്പോൾ എവിടെ ചെന്നാലും പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോയാണ് പറയാറ്. അപ്പോൾ അത് കാരണം എനിക്ക് ഷോർട്സും ഭയങ്കര ഇഷ്ടമായി. ആദ്യം കുടിച്ചപ്പോൾ ഒരു കയ്പ്പ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അയാളാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും ഇനി വേണമെന്ന്. അപ്പോൾ നോയും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ ഒരു 8-9 ഗ്ലാസ് ഞങ്ങൾ ഷോർട്സ് കുടിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് പിന്നെ പാസ്ത ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് നമ്മൾ കുറേ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നു. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിക്കുന്നത് ഇനി എപ്പോൾ പോകുമ്പോഴും ഇങ്ങനെ ഷോർട്സ് കുടിക്കണം, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് കയ്പുണ്ടെന്നാലും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ആരുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കേക്കൊക്കെ ഞങ്ങൾക്ക് കൂട്ട തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.